UPSC മോക്ക് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? UPSC മോക്ക് ഇന്റർവ്യൂ. അപ്പോൾ അന്നേരം ഏകദേശം നമുക്ക് UPSC ഒരു ധാരണയുണ്ടാവും. അപ്പോൾ ഈ 2 ഇന്റർവ്യൂസ് എങ്ങനെയായിരുന്നു വ്യത്യാസപ്പെടുന്നത്? ഇപ്പോൾ റിയൽ ഇന്റർവ്യൂ KS വേണ്ടി അറ്റൻഡ് ചെയ്തു, ഹൈക്കോർട്ടിന് വേണ്ടി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണും. അപ്പോൾ ഈ ഇന്റർവ്യൂസിൽ എങ്ങനെയായിരുന്നു ഒരു വ്യത്യാസം? KS ഇന്റർവ്യൂ എന്തുകൊണ്ട് വ്യത്യാസമായിട്ടിരിക്കുന്നുണ്ട്? KS കിട്ടിയതിന് ശേഷം KS ട്രെയിനിങ് സമയത്ത് എനിക്ക് UPSCയുടെ ഒരു ആക്ച്വൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. UPSC EPFO എക്സാം നേരത്തെ എക്സാം പാസ്സായിരുന്നു, അത് കോവിഡ് കാരണം ഇന്റർവ്യൂ ലേറ്റ് ആയി. അപ്പോൾ KSന്റെ ട്രെയിനിങ് സമയത്ത് കോള് വന്നു, അപ്പൊ എന്തായാലും ജോലി ഉണ്ട്, പിന്നെ എന്തായാലും ജോയിൻ ചെയ്യില്ല, UPSC EPFO ജോയിൻ ചെയ്യില്ല എന്നുള്ള എനിക്ക് ധാരണയുണ്ട്. പക്ഷെ എന്നാലും UPSCയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ധാരണയിൽ ഡൽഹിക്ക് പോയി. അപ്പോ കേരള ഹൗസിലാണോ അതും താമസമൊക്കെ? അതെ, കേരള ഹൗസിലാണ് ഡൽഹി തന്നെയായിരുന്നു ഇന്റർവ്യൂ. UPSC ഭവനിലായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ UPSC സിവിൽ സർവീസ് ഇന്റർവ്യൂ ഞാൻ മനസ്സിലാക്കുന്നുള്ളത് ഒരു ഇന്റർവ്യൂ ബോർഡിൽ 5 പേരുണ്ടാവും, പക്ഷെ KSന്റെ 6 പേരുണ്ടായി. പിന്നെ അതുപോലെ എല്ലാവരും മലയാളികളായിരുന്നു. മലയാളികളാണെന്നാണ് എന്റെ ധാരണ. എനിക്ക് എല്ലാവരുടെയും പേരും കാര്യങ്ങളും അറിയില്ല. PSC ചെയർമാൻ ആയിരുന്നു ഞങ്ങളുടെ ബോർഡിന്റെ ഹെഡ്. പിന്നെ അതുപോലെ PSC മെമ്പേഴ്സ് ഉണ്ടായി, പിന്നെ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ഉണ്ടായി, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് തോന്നുന്നു ഒരാളുണ്ടായി, ഡോക്ടറാന്ന് തോന്നുന്നു ഒരാൾ, ഒരു ലേഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാനലാണ്. അക്കാഡമിഷ്യൻ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല, ഫേസ് കണ്ടിട്ടുള്ള ഒരു ധാരണയിൽ അക്കാഡമിഷ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും പേരാണ് പാനൽ ഉണ്ടായിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സോളം ഇന്റർവ്യൂസ്. മോസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ കേരള റിലേറ്റഡ് തന്നെയായിരിക്കും, നമ്മുടെ അക്കാഡമിക്കും ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. ബേസിക്കലി ഞങ്ങൾ മോക്ക് ഇന്റർവ്യൂവിൽ ചോദിച്ചത് എന്റെ സ്ഥലം പെരുമ്പാവൂരാണ്. അപ്പൊ പെരുമ്പാവൂർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം മോക്ക് ഇന്റർവ്യൂവിൽ വന്നു. അപ്പൊ ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നത് ആക്ച്വൽ ഇന്റർവ്യൂവിൽ പെരുമ്പാവൂരിനെ പറ്റി ചോദിക്കുന്നുള്ള രീതിയിലാണ്. പക്ഷെ പെരുമാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ചിലപ്പോൾ ഞങ്ങള് ആ സമയത്ത് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. ട്രിവാൻഡ്രം ഒരു ഡേറ്റ്, കൊല്ലം ആ രീതി പോയിട്ട് എറണാകുളത്തുള്ളവർക്ക് ഒരു ഡേറ്റിലായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചില്ല. എനിക്ക് ആഫ്റ്റർനൂൺ സെഷൻ ആയിരുന്നു ഇന്റർവ്യൂ, അപ്പോൾ ചോദിച്ചില്ല. പക്ഷേ ബാക്കിയുള്ള കേരള സ്പെസിഫിക് ആയിട്ടുള്ള